ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് തുടങ്ങണേ റോട്ടിൽ നിന്നാണ് കേട്ടോ. ഇൻട്രൊക്കെ പറഞ്ഞ് തുടങ്ങണേ. അപ്പോൾ നമ്മളിന്ന് പോകണത് എന്താ വെച്ചാൽ, ഇന്ന് ഞാൻ സ്കൂളിൽ ലീവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ ലീവാക്കിയ ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണല്ലോ ഒരു ദിവസം ലീവാക്കുന്നത്. അപ്പോൾ ഇന്ന് ലീവാക്കിയതിൻ്റെ ഉദ്ദേശം ഒന്ന് ഹോസ്പിറ്റൽ പോകണം, തൈറോയിഡ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ രണ്ടാമത് ഡോക്ടറെ കാണിക്കാൻ പോകണം, മൂന്നാമത് ഓഫീസിൽ പോകണം, നാലാമത് വൈകുന്നേരം എക്സ്പോ ഉണ്ട്, അതിന് പോകണം. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യാനായിട്ട് എത്തിയിട്ടോ, മൗലാനയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. റിസൾട്ട് കിട്ടുക 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ ചായയും കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫാസ്റ്റിങ്ങിൽ ഞാൻ ഷുഗർ ഉണ്ടോ നോക്കിയതാട്ടോ. ഇല്ല കേട്ടോ, ഷുഗറൊന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നോക്കി, നമ്മളൊക്കെ ഒന്ന് നോക്കി നോക്കുക. അതിനിപ്പോൾ തോനെ പൈസയൊന്നും ആവില്ലല്ലോ നോക്കണേന്ന് എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പോരുകയാണ് കേട്ടോ. ഹോസ്പിറ്റൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോരുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ബസ് സ്റ്റാൻഡൊക്കെ. അപ്പോൾ മങ്കട ബസ് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു. അതിന് ശേഷം ഇപ്പോൾ വൈകുന്നേരം ഞാനും ഉമ്മയും കൂടി എവിടേക്കാണ് പോണേന്ന് എക്സ്പോ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ എക്സ്പോൻ്റെ അവിടെ എത്തി. മറൈൻ എക്സ്പോ ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കൂട്ടുകാരെ, ഫിഷുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഊഞ്ഞാലും അതും ഇതൊക്കെ. ഫിഷ് പലവിധ ഐറ്റംസ് ഫിഷുകളുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഞാനും ഉമ്മയും ചെന്ന് ഇറങ്ങി അവിടെ അങ്ങനെ നിന്ന് കേട്ടോ. ഒന്ന് ടിക്കാനെ നോക്കി നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയത് ഞങ്ങൾ കണ്ടിട്ടില്ല. വണ്ടി നിർത്താൻ പോയി എന്ന് ഞങ്ങൾ കരുതി. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി മൂപ്പര് ടിക്കറ്റൊക്കെ എടുത്ത് വന്നു, ഞങ്ങളോട് പോരിന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയൊക്കെ കയറിയിട്ടോ. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ചെന്നിറങ്ങണ അവിടെ തന്നെ ഹൈടെക് നഴ്സറിയാണ് കേട്ടോ. ഹൈടെക് നഴ്സറി ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അത് ക്രിയേറ്റ് ചെയ്തൊരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ നഴ്സറി. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ബോർഡിൽ ഈ സ്ക്രീൻ പോലെ ഇത് കാണില്ലേ, വാൾപേപ്പർ പോലെ, ആ സംഭവം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത് കേട്ടോ. നല്ല മത്സ്യകന്യകളൊക്കെ ഉണ്ട്. ഇത്ര മക്കളെ നമുക്കൊന്ന് കണ്ടൊക്കെ, ഫുള്ളൊന്നും കണ്ട കുറച്ചങ്ങ് കാണാമല്ലോ എന്ന് കരുതിയിരിക്കണം. അപ്പം ഞാൻ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ ആളൊന്നും ഉണ്ടായില്ല കേട്ടോ. അതിൻ്റെ അവിടേക്ക് ടിക്കറ്റ് അങ്ങ് കൊടുത്ത് ബാങ്ക് കൊടുത്ത് മരുബിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ പോയിക്കണം കേട്ടോ. എല്ലാം കഴിഞ്ഞ് ചെന്നൊക്കെ നല്ല പുട്ട തിരക്കാണ് കേട്ടോ. ഇക്ക പറഞ്ഞിട്ടുണ്ട് ശനി ഞായറും തീരെ പോവില്ല, അപ്പം ഇന്ന് ഏതായാലും ഈ ലീവല്ലേ, എന്നാൽ ഇതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇക്ക കൊണ്ടുപോകുന്നത്. അപ്പം ഞാനും സമ്മതിച്ചു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഉമ്മാനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഹോമിയോ ഡോക്ടറെ അടുത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഉമ്മാനെയും കൂട്ടിയിട്ട് അങ്ങ് പോയതാണ് കേട്ടോ. എന്നാൽ ഇത് ഉമ്മാക്കും കാണില്ല. എൻ്റെ ഉമ്മല്ലേ ജീവിതത്തിൽ നടാടെയാണ് ഒരു പുറത്ത് പോയിട്ട് ഒരു എൻജോയ് ചെയ്ത് കണ്ട് പോരുന്ന ഒരു ദിവസം എന്ന് പറയാം കേട്ടോ. ഉമ്മ ഇതുവരെ ജനിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. സർക്കസോ അങ്ങനത്തെ ഒന്നും ഉമ്മാനെ കാണിച്ചാൽ ആരും കൊണ്ടുപോയിട്ടുമില്ല, പോക്കൂല. എത്രയും കാലം തന്നെ ഉപ്പ ഉണ്ടായിരുന്നു. ഉപ്പ എവിടേക്കും പോരൂല, ഞാനല്ല അറിയും. അപ്പോൾ പിന്നെ ഉമ്മയും പോരൂല കേട്ടോ. ഉപ്പാക്ക് വയ്യാത്തത് കാരണം ഉപ്പാനെ ഇട്ടിട്ട് പോരാൻ പറ്റില്ലല്ലോ. പിന്നെ അപ്പോൾ ഞങ്ങൾ ഇക്കുറി കരുതിയിരുന്ന ഏതായാലും ഹോമിയോനെ കാണിച്ചണം. അപ്പോൾ 2 കാര്യം ഒന്നിച്ചങ്ങ് നടക്കാം. ഉമ്മാക്കൊന്ന് കാണലാവും. എൻ്റെ ഒക്കെ പറഞ്ഞു കേട്ടോ, ഉമ്മാനെ കൂട്ടിയിട്ട് പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും കരുതി ഉമ്മ പോരൊന്നും ഉണ്ടാവില്ല, ഉമ്മ ഒറ്റക്കല്ലേ. അമ്മമ്മൻ്റെ അടുത്ത് ആരേലൊക്കെ ഉമ്മമ്മ കുറേ മക്കളൊക്കെ അല്ലേ. അപ്പോൾ അപ്പുറത്തൊക്കെ ആളും ഉണ്ട് ഇപ്പോൾ. ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്നാൽ സൈദക്കുഞ്ഞാമ്മാനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആരേലോടൊക്കെ പറഞ്ഞാൽ മതി. കുറച്ച് നേരത്തിന് നമുക്ക് ഹോമിയോന് രാത്രി കാണിച്ചിട്ട് ഇങ്ങോട്ട് പോരാന്ന് എഴുതിയിട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാനും ഉമ്മയും കൂടി ഉമ്മാനോട് ചോദിച്ചു, നിങ്ങൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ പോന്നിക്കൂടെ ചോദിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം കേട്ടോ, നല്ലൊരു സങ്കടം വന്നു. എൻ്റെ ഉപ്പാക്കും ഇതുപോലെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. ചോല എവിടേക്ക് വിളിച്ചാണെങ്കിലും ഞാൻ ഇല്ലയെന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഉമ്മ തന്നെ പറഞ്ഞ ആരും കൊണ്ടുപോകലൊന്നും ഇല്ലല്ലോ എന്നാണ് കേട്ടോ മറുപടി കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്, കൊണ്ടുപോകാത്തതാണ്. ഉപ്പല്ല ഇല്ല അറിയാം, എവിടേക്കും ഇല്ല എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഞാൻ കരുതി അവർ ഇല്ല എന്നിട്ടായിരിക്കും. ഇനി മുതൽ നമ്മളെവിടേക്ക് പോകുന്നുണ്ടെങ്കിലും ഉമ്മാനെ കൂട്ടിട്ടോ. ഓരോ സങ്കടം അവർക്കും എൻജോയ് ചെയ്യേണ്ടതില്ലേ. എന്നും ഈ അടുക്കളയിൽ തന്നെയല്ലേ അവർ ഇരിക്കണേ. അങ്ങനെ ഇനിയിപ്പോൾ ആ സങ്കടം ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഇനി മുതൽ നമ്മളെ ഉമ്മാനെ എവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉമ്മമാർക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ.
അവർ വിളിച്ചു നോക്കുക, അവരുടെ മനസ്സ് സമ്മതിച്ചിട്ട് അവർ പോരുന്നുണ്ടെങ്കിൽ പോരട്ടെ. അങ്ങനെ ഇപ്പോൾ ഇതാ നല്ല അടിപൊളി മീനുകളുണ്ട് കേട്ടോ. ഇക്കാൻ്റെ അവിടുത്തെ അമ്മയൊക്കെ എന്നാളെ ഞങ്ങളിവിടെ വന്നിട്ട് ഉമ്മാനൊക്കെ കൂട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ എക്സ്പോ വന്നിട്ട് ഞാനും ഉമ്മയും അന്ന് മിച്ചും മിന്നും ഓലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എക്സ്പോ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഉമ്മാക്ക് ഇവിടെ ഉപ്പ ഉണ്ടായിരുന്നു, സുഖമില്ല. അപ്പോൾ പിന്നെ ഉപ്പല്ലേ ഞങ്ങൾ വിളിച്ചാതെ ഇരുന്നതേനു കേട്ടോ. ഇപ്പോൾ ഓരും ഉണ്ടാവില്ലല്ലേ എഴുതിയിട്ട്. അതിനിപ്പോൾ ഇത് അടിപൊളി മീൻ. അപ്പോൾ പാത്തില്ലേ മീനുകളെങ്ങനെ പിടിച്ച് നോക്കുന്ന കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി കാരണം നല്ല അതിൽ ഞാൻ പറഞ്ഞു ഇനി എന്നും വൈകുന്നേരം നമുക്ക് ഇങ്ങോട്ട് പോരല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇതാ അവൾ മീനെങ്ങനെ തൊട്ട് നോക്കുന്നതാണ്. കുറേ മീനുകൾ ജീവനുള്ള മീനുകളല്ലേ, പല വിധമുണ്ട് കേട്ടോ. പല പല ഐറ്റംസ് മീനുകളുണ്ട് കേട്ടോ. കാണാൻ അടിപൊളിയായിട്ട് എത്ര ഗ്ലാസ്സിലാണ് ഇങ്ങനെ വെള്ളമാക്കി കണ്ട് നിർത്തിക്കുക അറിയോ. എന്ത് രസമാണ് ജീവനുള്ള മീനുകളെ ചെറിയ അക്വേറിയം പോലെ തന്നെ ആക്കിക്കാണ്ട് പല പല മീനുകൾ. പിന്നെ മത്സ്യക്കന്യക ഉണ്ട്, അത് കുറച്ചങ്ങോട്ട് എത്തിയിട്ടാണ്, അതൊക്കെ നമുക്ക് കാണണം കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിൽ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വലിയൊരു മീനാട്ടോ, നല്ല ചെളുക്കുണ്ട് ഇതിനല്ലേ. നിങ്ങളെന്താ പറയുക ഇതിന് ചെളുക്കൊക്കെ എന്താ പറയുക? ഫിലു തൊട്ട് നോക്കുന്ന ഫിലുവിന് അതിനെ പേടിയൊന്നുമില്ല അടക്ക. ഫിലുവിന് എങ്ങനെ പേടിയുള്ളൂ അറിയാം, മൂത്തുകൂടി പുതപ്പിട്ട് വരിക, ബക്കറ്റൊക്കെ കൗത്തിരിക്കും എന്നറിയില്ലേ, അതിനെ പേടിയുള്ളൂ. ഇങ്ങനത്തെ ജീവന ജന്തുക്കളൊന്നും ഓൾക്ക് പേടിയില്ല തോന്നുന്നുണ്ട്. അത് നല്ലോണം പിടിച്ചു നോക്കുന്നുണ്ട്. ഇങ്ങനെ 4 റോ ആയിട്ടുണ്ട് കേട്ടോ ഇത് സംഭവം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. നമുക്കതൊക്കെ പോയിട്ടൊന്ന് കാണാം. എല്ലാവരും കണ്ടോളി. എക്സ്പോ കാണാത്തവരൊക്കെ ഇപ്പോൾ നമ്മളപ്പോൾ നടന്നിട്ടാണ് കണ്ടോളി കേട്ടോ. ഇതന്നെയാണ് ഞാൻ ഏകദേശമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കുറേ കുട്ടികൾ ഇതേപോലെ ഇങ്ങനെ തൊടണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു കുട്ടീനോട് പറഞ്ഞു അല്ലാ കടിച്ചോലെ പതിന്നാണ് കേട്ടോ. അതിൽ തൊടാതെന്നാലും പിന്നെ ഞാൻ കടിച്ചൊന്നുമില്ല കേട്ടോ. അതിന് സമാധാനമായിട്ടോ. അങ്ങനെയിപ്പോൾ ഞാൻ ഉമ്മക്കൊരു സമാധാനം, ഉമ്മയും കണ്ടല്ലോ എന്നില്ല, ഇപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടോ. ഉമ്മൻ്റെ ആ ഒരു സംസാരം എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. എന്നെ ആരും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത്. കാരണം വിളിച്ചാത്ത ആരും ഉണ്ടാവില്ല, അപ്പോൾ പോരില്ല എന്ന് കരുതിയിട്ട് തന്നെ തെരണ്ടി മീൻ അത് പോകണം. വന്നാരെ മക്കളെ നെച്ചുമോനോട് അറിഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. തെരണ്ടി ഇങ്ങനെ ഓടി വരുന്നു എൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഞാൻ അങ്ങനെ പാത്തൂസിക്കൊക്കെ പാത്തൂസിനാണ് കൂടുതൽ സന്തോഷമായത് കേട്ടോ. നിച്ചൂസിനില്ലേ ഇങ്ങനെ പോകുമ്പോൾ ഇനി എന്താ അടുത്ത എന്താ ഓരോരുത്തർ നമ്മൾ നിന്നിട്ട് ഇങ്ങനെ ഒതുങ്ങി നിന്ന് കാണില്ല, അങ്ങനെ എനിക്കിഷ്ടമല്ല. ഇനി എന്താ ഉള്ളത്, അപ്പുറത്ത് എന്താ ഉള്ളത്, അങ്ങനെ ഒരു ചിന്താഗതി കേട്ടോ. വേഗം നടക്കണം. എനിക്കിനിപ്പോൾ എവിടേക്ക് പോകണമെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. എന്താ നമ്മൾ തലൻ്റെ നിറവിൽ ഇങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ മീനുകളാണ് കേട്ടോ. ഗ്ലാസ്സാണ് കേട്ടോ അവിടേക്ക് കണ്ടോ, അവിടെയൊക്കെ നിറച്ച് മീനുകളാണ്. മീനുകളുടെ ലോകം എന്ന് പറയില്ല, അതാണ് സംഭവം. ഇവിടെ വെച്ചിട്ട് നമ്മളൊരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചതിൻ്റെ ആരാന്നില്ലേ സർപ്രൈസായിട്ട് കണ്ടതാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പരിചയമില്ല, ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കാമെന്നില്ല, ഇങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോവാണ്ടോ. അടിപൊളി സെറ്റായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനത്തെ ബുദ്ധിയൊന്ന് തോന്നിച്ചത് നന്നായിട്ടോ. വെറും ഫിഷുകളുടെ ലോകം, പലവിധ മീനുകളുണ്ടല്ലോ, ഒക്കെ എല്ലാവർക്കും കാണാനായില്ലല്ലേ. ഫിഷ് എക്സ്പോ എന്ന് പറയാം നമുക്കിതിന്, മറൈൻ എക്സ്പോ അല്ലേ ഫിഷ് എക്സ്പോ. എന്തായാലും എനിക്കിഷ്ടമായിട്ടോ ഈ സംഭവം. ഓരോന്നോരോന്ന് നമുക്ക് കാണാനായല്ലോ പല ഐറ്റംസ് മീനുകളും. അപ്പോൾ കൂട്ടുകാർ ഒഴിവുണ്ടാകുമ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പോയി വെക്കൊണ്ട് മീനുകളെ കാണിച്ചു കൊടുക്കാമല്ലോ. മറ്റേ കന്നികളൊക്കെ നിങ്ങൾ കണ്ട, മത്സ്യകന്നികളെ അത് പറ്റാത്തവരൊന്നും കണ്ട. പക്ഷേ ഈ മീനുകൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ അവിടെ കുറേ യന്ത്രഞ്ഞാലും കാറും ജീപ്പും ഒക്കെ ഓട്ടുന്നതൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് ഓടിച്ചു വെക്കുക. പൈസ കുറച്ചുണ്ട് കേട്ടോ, അതിനൊക്കെ 100 റുപ്യാണ്, ഏതിൽ കയറാനും 100 റുപ്യ. അപ്പോൾ അതിന് പറ്റുന്ന അവനവൻ്റെ സാഹചര്യം അനുസരിച്ച് ഒന്നിൽ കയറ്റി കൊടുക്കണമെങ്കിൽ ഒന്നിൽ കയറ്റി കൊടുക്കുക. അതൊരു മീനാണ് മക്കളെ, പുള്ളിയും കുത്തും. നല്ല ചുരിദാർ അടിച്ചാൽ തുണി അറിയുന്ന പോലെ ആയിരിക്കും. നല്ല ചോർക്കും ഉണ്ട് അതിൻ്റെ വരി കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള സൈസ് മീനുകൾ കണ്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നെ ഞങ്ങളെല്ലാവരും കാണാൻ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ എന്നും ഇങ്ങനെ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കില്ലേ. ഇപ്പോൾ അവർ നോക്കിയൊക്കെ അവരെ കാണാൻ എത്ര ആൾക്കാരെ എത്തുന്നത് അല്ലേ. അതൊക്കെ ഓരോ ദൈവത്തിൻ്റെ ഓരോ ഇതാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. മരിപ്പിക്കേണ്ട അയക്കിനോട് പൊതിഞ്ഞിക്ക അവിടെ ആ ഉള്ളിൽ. ഇക്ക പറയും, ഞാൻ വിളിച്ചുമ്പോൾ ഇക്ക എവിടെയെന്ന് ചോദിച്ചാൽ എന്നോട് അറിയാം ഞാൻ എക്സ്പോൻ്റെ അവിടെയാണ് ഓട്ടോറിക്ഷോടെ ഒക്കെ അറിയും. അപ്പോൾ എന്താ ഈ നേരത്തെല്ലാം ആൾക്കാർ, ഇതാണ് ഞാൻ ആ സർപ്രൈസായി കണ്ടുപിട്ടിയ ആൾക്കാർ കേട്ടോ. ഇതെൻ്റെ മോൻ്റെ LKG പഠിപ്പിച്ച ടീച്ചറാണ്. എനിക്കിഷ്ടമാണ് ആ ടീച്ചർ കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും മക്കളോട് തന്നെ നല്ല സ്നേഹത്തിലാണ് പെരുമാറുക കേട്ടോ. മോനിക്കും ഇഷ്ടമാണ് കേട്ടോ. ശ്യാമള ടീച്ചർ എന്ന് മോൻ പറയാം.
അങ്ങനെ ഞാനും ഉമ്മയും പാത്തൂസും കൂടി നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അതിൽ കാരണം ഞാൻ എടുത്തരാറങ്ങാണ്ട് ഇക്ക വീഡിയോ ആയിട്ട് എടുത്തതാണ് മക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാനോട് നമുക്കിന്ന് അങ്ങോട്ട് നടന്ന് പോകാം ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ നടന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതിൽ കാരണം നിങ്ങളവിടെ നിൽക്കുക, തിരക്ക് കഴിഞ്ഞിട്ട് നടന്ന് പോന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇക്ക പാത്തൂസിനെയും കൊണ്ട് നല്ല ഭംഗിയുള്ള മീനുകളല്ലേ അത്, റെഡ് കളറെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇക്ക ഓൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഓരോ വിധം മീനുകൾ. അപ്പോൾ ഓളാണിങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനും അവിടെ നിന്നിട്ടൊക്കെ ഒന്ന് സെൽഫി എടുത്ത് നോക്കുന്നതാണ് കേട്ടോ ഗേസ്. അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഉമ്മ ഉണ്ട്. ഉമ്മക്കിപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും, ഡോക്ടർ അടച്ച് പോവാന്നൊക്കെ. ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതല്ലേ മരുന്ന് വാങ്ങാൻ. ഞാൻ ഉമ്മാനോട് പറഞ്ഞു ബേജാറാവുമൊന്നും വേണ്ട, ഡോക്ടർ 8 മണി പറഞ്ഞാൽ 8:15 8:30 വരെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഉമ്മാനോട്. അങ്ങനെ ഇപ്പോൾ ആ പാത്തൂസിന് വേറൊരു മീൻ കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഗേസ്. അടിപൊളിയായിട്ടില്ലത്, വലിയ 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 മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നിച്ചൂസുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന മീനിനെ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ കന്യകനെ കാണാം, മത്സ്യകന്യക. ഇതാണ് മക്കളെ മത്സ്യകന്യക. അന്ന് കണ്ടോളിട്ടോ നിങ്ങൾ. ഞാൻ കുറച്ച് ഭാഗ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, വല്ലാതെ പോലെ അട്രാക്ഷൻ ചെയ്യുന്നതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ചെറുതായിട്ടൊരു ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ലല്ലോ, അതിനും വേണ്ടിയിട്ടത് കാണിച്ചതാണ് കേട്ടോ. കുറച്ച് ഭാഗം മാത്രം. അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ മത്സ്യകന്യക. എങ്ങനെയായാലും ഇതൊക്കെ ഓരോ കണ്ടുപിടുത്തം തന്നെയാണല്ലേ മക്കളെ. പൊളിച്ച് സെറ്റായിട്ടുണ്ട് അതുകൊണ്ട് അതിൽ പിടിച്ച് നിൽക്കാൻ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ, ഓരോ കഴിവ്. വെള്ളത്തിലാണല്ലോ നിൽക്കണത്. 2 എണ്ണം ഉണ്ട് കേട്ടോ. അതേപോലത്തെ നേപ്പാളികളാണെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും അവർക്ക് ഇതിന് നിൽക്കാനുള്ളൊരു കഴിവ് കൊടുത്തിക്കല്ലോ. ഉണ്ടോ സെറ്റായാലും വന്ന് കുട്ടികൾക്കൊക്കെ ഹായ് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓല അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഡാൻസ് കളിച്ചെന്നാ പൊന്നാരഞ്ച മക്കളെ. യാല്ല അതും കഴിഞ്ഞിട്ട് ഇനി നമ്മളിങ്ങനെ പോയി ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോഴാണ് ഐസ്ക്രീമിൻ്റെ അടുത്ത് കൂടണുണ്ടോ ഒരാൾ, നിച്ചുമോന്. നിച്ചുവിന് പിന്നെ ഐസ്ക്രീം ആയാൽ മതി. അതിലേക്ക് ആദ്യമേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ 50 രൂപയാണ് ഒരു ഐസ്ക്രീമിന്, വാങ്ങിക്കൊടുക്കൂല എന്നില്ല കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പല പരിപാടി ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ബുക്സുകളുണ്ട്, ലൈബ്രറി പോലെ. നമ്മളെ വീട്ടിലൊക്കെ എത്ര ബുക്സ് വേണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കൊണ്ടു വെച്ചോളും, കുട്ടികൾ വായിച്ചോട്ടെ. വായിച്ച് വളരട്ടെ, പരക്കട്ടെ, വായന പരക്കട്ടെ എന്ന പോലെ തന്നെ ഹെഡിങ് അവിടെ ഒരു ബോർഡ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വായിക്കാനൊക്കെ ഉള്ള ബുക്സുകൾ, കഥകളും നോവലുകളും കവിതകളും ഒക്കെ ഉണ്ട് അവിടെ. വേണ്ടത് വാങ്ങിക്കൊടുക്കുക. അതേപോലെ ഇത് നല്ല മസാജിങ് പരിപാടിയാണ് കേട്ടോ. താടി മീശി മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ കുറച്ച് നോൺസ്റ്റാൾജിക്കൽ ഓർമ്മകളുള്ള പഴയ മുട്ടായികൾ കേട്ടോ. ജോക്കറുണ്ട്, പുളിയച്ചാറുണ്ട്, ബീഡി മുട്ടായി ഉണ്ട്, പല നമ്മളെ ചെറുപ്പക്കാലത്തെ മുട്ടായികൾ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കണ്ടാലേ ഒക്കെ വാങ്ങണമെന്ന് തോന്നും കേട്ടോ. പക്ഷെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അവിടുന്ന്. കാരണം ഈ കുട്ടികൾക്ക് മുട്ടായി അല്ലെങ്കിലേ ഓല് തിന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടതും കൂടി വാങ്ങിക്കൊടുക്കണ്ടല്ലേ എഴുതിയിട്ട്. അതേപോലെ കടല, മിച്ചർ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ മക്കളെ കറുത്തല വെക്കണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നതാ കുട്ടികൾക്ക് അടിപൊളി കണ്ണടകളൊക്കെ കേട്ടോ. നിച്ചുമോ അങ്ങനെ പറയുന്നുണ്ട് കണ്ണട വാങ്ങിത്തരുമെന്നൊക്കെ. അപ്പോൾ ഒന്നും വാങ്ങാനൊന്നും നിൽക്കണില്ല. നമ്മളിപ്പോൾ ഇതാ നിച്ചു ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കണ്ണട വാങ്ങിത്തരുമെന്ന് കേട്ടോ അവൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മാജിക് സ്റ്റിക്കറോ അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒന്ന് ഉപല എടുത്ത് കളറൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ചീർപ്പുണ്ട്, സ്കെയിലുണ്ട്, കട്ടറുണ്ട്, മായ്ക്കടബ്രുണ്ട്, ഇതെല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വേണം ഇത് വേണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊക്കെ പോരുമ്പോൾ വാങ്ങും. ഇവിടെ അല്ലേ നല്ല വിലയാണ്. ഇവിടെ നിന്നൊക്കെ വാങ്ങിയാലേ ഇഞ്ചൊക്കെ 2 ദിവസം ഓടേണ്ടി വരും. അത്രയ്ക്കുള്ള പൈസ ആവും ഓരോ സാധനത്തിനും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഞാൻ പറഞ്ഞോണ്ട് അപ്പോൾ പാർക്കുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഉമ്മയും ഞാനും കൂടി ഒപ്പം ഉണ്ടായപ്പോൾ ഞാൻ ഉമ്മാൻ്റെ നേരൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ഉമ്മ ഇതൊക്കെ പാടെ കണ്ടിട്ട് ബേജാറായിക്കൊണ്ടുണ്ട്. കാരണം ഉമ്മ ജീവിതത്തിൽ നടാടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്നിച്ച് കാണണം കേട്ടോ. മാഷാ അല്ലാ. എൻ്റെ ഉമ്മാനെ ഇനി ഞാൻ എവിടേക്കെങ്കിലും പോകണ്ടെങ്കിൽ ഉമ്മക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കാണാനൊക്കെ. പക്ഷേ
അമ്മ ആരോടും തുറന്ന് പറയില്ല. ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ എവിടേക്കും കൊണ്ടുപോകാൻ ഇതിനൊന്നും പൈസ ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മ പോയിട്ടും ഇല്ല കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഉമ്മാൻ്റെ കല്യാണം പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുകയെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇപ്പം എവിടേക്കും പോരില്ലല്ലോ. പിന്നെ ഉമ്മാനെയും കൂട്ടി പോയിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ ഉമ്മാക്ക് ഇതൊക്കെ പാടെ കണ്ടിട്ട് എന്താണെന്നുള്ളൊരു അത്ഭുതമായിക്കണം. കാരണം ഉമ്മ നടാടെയാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒന്നിച്ച് കാണണം കേട്ടോ. ഞാൻ പോവുക, ഞങ്ങൾ ആരപ്പേലും പോവുകയെന്നല്ലേ. മക്കൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എല്ലായിടത്തേക്കും ടൂർ പോയിക്കണം കേട്ടോ. അതിനൊക്കെ എല്ലാവരും പൈസ തരും ഇതാക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെല്ലായിടത്തേക്കും പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിച്ചുകുട്ടന് ഇത് പോംകോൺ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നെല്ലാം പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനി എവിടുന്നേലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ കരുതിയിരിക്കണം. അപ്പോൾ ഗെയ്സ്, എങ്ങനെയുണ്ട് നമ്മളെ ഇന്നത്തെ പരിപാടി? നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമായ ഞങ്ങൾ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഗ്ലാസ്സാണ് മക്കളായിരിക്കണം. 5 എണ്ണം 100, 4 എണ്ണം 100, പിന്നെ കപ്പ് ഒക്കെ ഉണ്ട്, സെറാമിക്, അങ്ങനെ പല ഐറ്റംസുകളുണ്ട് കേട്ടോ അന്നിവിടെ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ എണ്ണയാണ് കേട്ടോ. മുടി കണ്ടോ, കാലിന് താഴെയാണ് വരുന്നത് മക്കളെ. സ്വാദിഷ്ടമായ നാടൻ പനഞ്ചക്കര അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയിക്കോളി അവിടേക്ക്. അവിടെ ചെന്നാൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോരാ. പക്ഷേ പൈസ നല്ലോണം കരുതിക്കോളി. ഊഞ്ഞാലാണ് ആ കടന്ന് തിരിയുന്നത് കേട്ടോ. ഓരോരുത്തർ വിളിച്ചാർക്കണമൊക്കെ ഉണ്ടായിട്ടുള്ളൂ പേടിച്ചിട്ട്. നിച്ചുവിനോട് പറഞ്ഞാൽ എനിക്ക് അതിൽ കയറണ വെച്ചാൽ നിച്ചുവിനൊന്നും ഇപ്പോൾ അതിൽ കയറ്റാൻ പറ്റില്ല കേട്ടോ. ചെറിയ കുട്ടികൾക്കില്ല, അല്ല വലിയ ആൾതാണ്. പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല അതിൽ കയറണ വെച്ച് പേടിയേനു. അപ്പോൾ ഞാൻ കണ്ടിട്ട് നമുക്കൊന്ന് കുതിരേനൊക്കെ ഒന്ന് കാണാറുണ്ട്. കുതിരേനെ കാണാൻ പോയത്. അപ്പോൾ പാത്തൂസ് എന്നറിയാട്ടോ, അവൾക്ക് പേടിയാട്ടോ കുതിരനെ. ഞാൻ പറയല്ലോ, അവൾക്ക് നിച്ചുവിനെ ഇങ്ങനെ മൂത്ത് എന്തെങ്കിലും മുണ്ടിട്ട് ചെന്ന് അവൾക്ക് പേടി. അമ്മ മരുവൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്ന കേട്ടോ. അതൊക്കെ നടന്ന് കാണുക കേട്ടോ. പാവം ചെമ്മ. ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് താഴത്തേക്ക് അങ്ങനെ ഇറങ്ങി പോവാം കേട്ടോ ഗെയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നൊരു മറൈൻ എക്സ്പോ കണ്ട ഫലമായില്ലേ? നമ്മളെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കയറിയിട്ടില്ല എന്നുള്ളതല്ല, ഞങ്ങളും കയറിയിട്ടില്ല. ഞാൻ ആകെ ഒന്നിലേ കയറിയിട്ടുള്ളൂ. എന്താ അറിയും, ഒരു വീഡിയോ എടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. 50 രൂപ കേട്ടോ ഒരാൾക്ക് അതിന് നിന്നിട്ട് എടുക്കാൻ. അപ്പം ഞാൻ നിച്ചും കൂടി അതിന്മേൽ കയറിയിട്ടൊന്നും എടുത്തു. ഞാൻ അതിങ്ങനെ തിരിയണ കണ്ടപ്പോൾ ഒരു രസം തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടത്. അങ്ങനെ ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന ഒരു സംഭവമായിട്ട് തിരിഞ്ഞിട്ട് ശരിക്കും ഇക്കാനെ കൂട്ടിയാൽ മതി. ഇക്ക കൂടണില്ല, ഇക്കാണ്ട് ഞാനൊന്നുമില്ല, ഇജ്ജും നീച്ചും കൂടി കയറിക്കാരനെ. അങ്ങനെ ഞാൻ നീച്ചും കൂടി കടന്ന് തിരിയാം. അപ്പോൾ ഞാൻ നീച്ചിനോട് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഫോണിൽ ഇത് കിട്ടും കേട്ടോ വീഡിയോ ആക്കിയിട്ട്. അവിടെ ഒരു സംഭവത്തുമ്പോൾ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ച് കണ്ടിങ്ങനെ എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിലോരോ പെണ്ണുങ്ങളെ ഫോട്ടോ എല്ലാം വീഡിയോ എല്ലാം കണ്ടപ്പോഴാണ് ഞാൻ അങ്ങനെയല്ല എന്നാൽ നമുക്കൊരു വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ കയറിയതാട്ടോ. എന്നാൽ മൊത്തമായിട്ട് കിട്ടും ചെയ്യും. അതാ കടന്ന് തിരിയുന്ന ഞാൻ ഇച്ചക്കുട്ടനെ എന്തെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും ഫലമായില്ല. അപ്പോൾ ആയി കൊടുക്കാനപ്പോൾ എനിക്കിതൊന്നല്ല മക്കളെ. ഓരോ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളോടെ നിൽക്കണം. പെൻസിൽ വേണം, പേന വേണം, കട്ടർ വാങ്ങണം, പിന്നെ കണ്ടതെല്ലാം എനിക്ക് വേണം, മുട്ടായികൾ അതെല്ലാം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പോൾ ഒരു ഉഷാറില്ലാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവില്ല. ഓരോ കാര്യങ്ങളൊക്കെ നേടിയിട്ട് അങ്ങോട്ട് പോരുന്നുണ്ടെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കാണിച്ചു. അപ്പോൾ ഓന് ആ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കണം, ഇപ്പം എന്തെങ്കിലും വാങ്ങിത്തരുന്നില്ല രീതിയിൽ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കാനോട് ഇന്ന് നമുക്ക് പോവാമെന്നെല്ലാം പറഞ്ഞു കേട്ടോ. മേലൊക്കെ അങ്ങനെ പോവാറ്. അങ്ങനെ കുട്ടികളെ അരിഞ്ഞോട് പറഞ്ഞു കുട്ടികളൊക്കെ അവിടെ കുട്ടികളെ പരിപാടി വേറെ ഉണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അല്ലേ നമ്മളെ കോട്ടക്കുന്നും അത്ര വിലയൊന്നുമില്ല കേട്ടോ. എല്ലാ സംഭവങ്ങളും കോട്ടക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു ദിവസം കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം അങ്ങോട്ടൊക്കെ പോയാൽ മതി. ഇതാണ് നമ്മൾ നീച്ചക്കുട്ടൻ്റെ ടീച്ചറെ വീണ്ടും കണ്ടുമുട്ടി ഞങ്ങൾ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും ഒരു സെൽഫിയൊക്കെ എടുക്കാറുണ്ട്. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതാ എല്ലാം സംഭവിക്കുകയും പാത്തു പിന്നെ ഇക്കാൻ്റെ അടുത്താണ് കേട്ടോ. പാത്തിൻ്റെ അടുത്തിട്ട് കൈ കടയുന്നുണ്ട്, കണ്ണുണ്ട് നല്ലോണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ കാറിൽ കയറിക്കതാ ഇരുത്താത്തി മോനൊക്കെ കേട്ടോ. അപ്പം ഇനി നമ്മളിങ്ങനെ നടന്ന് പോവട്ടോ മേലേക്ക്. അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അതും കൂടി അങ്ങ് കാണിച്ചു തന്നിട്ട് വേണം ഇപ്പം നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ ഗേസ്. ഡോക്ടറെ അടുത്ത് പോകണം, മരുന്നെല്ലാം വാങ്ങണം, ഹോമിയോ മരുന്നെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ലക്കി റിംഗ് ഗെയിം കണ്ടത് കേട്ടോ. 30 രൂപ 5 എണ്ണത്തേക്ക് എറിയുക, 5 റിങ് ഉണ്ടാവും എറിഞ്ഞിട്ട് ആ വട്ട് ഏതെങ്കിലും സാധനത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഉണ്ടോ അതിൽ ഇക്കാനോട് പറഞ്ഞാൽ രസമില്ല ഇറങ്ങാൻ. ഞാൻ എറിഞ്ഞിട്ടോ ഒന്നിനും കിട്ടിയില്ല. അടുത്ത ഇക്കാൻ്റെ പറഞ്ഞ് ഇത് ഞാൻ കളിച്ചാറുണ്ട് ഇക്ക 30 രൂപ ഗ്ലാസ് കൊഴിച്ചടിച്ച ഫുള്ള് ഗ്ലാസ്സും കൊഴിച്ചടിച്ചാൽ ഇതിലേതെങ്കിലും വെള്ളം കിട്ടുന്നതാണ് കേട്ടോ. പെപ്സി ഏതെങ്കിലും തരുന്നു. ഫസ്റ്റ് എറിഞ്ഞതിനൊക്കെ 3-4 രണ്ടാമത്തെ എറിഞ്ഞ് ബാക്കിയില്ലെന്ന് ചാടിയിട്ടോ.
അടുത്ത് കയറുന്ന രണ്ടും പോകുന്നത്, പക്ഷേ രണ്ടും പോയില്ല. ആകെ 2 ഗ്ലാസ് ബാലൻസ്, ഫുള്ളും പോയാലൊരു വെള്ളക്കുപ്പി ഇട്ടീനു കേട്ടോ, പക്ഷെ നടന്നില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. പോരുന്ന വഴിക്ക് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ആർക്കും വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുമല്ല ചെയ്യാട്ടോ ചെടിയൊക്കെ. അങ്ങനെ അപ്പം അതെല്ലാം നമ്മൾ കണ്ട് ഇങ്ങനെ പോവാണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്തിറങ്ങുന്ന വഴിയിട്ട്. അപ്പോൾ നിച്ച് പറയും ഈ വഴിക്ക കൂടി എല്ലാം പോകണ്ടേ, അപ്പുറത്തെ വഴിക്ക കൂടി പോകണ്ടേ എന്നില്ല പറയണ്ട. എന്താ അറിയുക സംഭവം, എനിക്ക് വാങ്ങാമല്ലോ, അതൊക്കെ ഉള്ളിലാണല്ലോ, അതാണ് ഓൻ വാശി പിടിക്കുന്ന കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞാൽ എനിക്ക് പുറത്തുനിന്ന് ഐസെല്ലാം വാങ്ങിത്തരാൻ എന്നിട്ട് കൊണ്ടുപോകുന്ന കേട്ടോ. കടയിൽ നിന്ന് നമുക്ക് സിപ്പപ്പ് ഐസ്ക്രീമെല്ലാം വാങ്ങാം. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ പെൻസിലും കട്ടറും സ്കെയിലൊക്കെ ഉണ്ട്. ഇങ്ങനെ വാങ്ങി തന്നെ വാങ്ങിക്കൂട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല പാട്ടെല്ലാം ഉണ്ട് കേട്ടോ അവിടെ, നല്ല ഡാൻസ് ഗാനമേള എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ കുറച്ച് നേരം അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് പോവുകയാണെങ്കിൽ കുറേ നേരം നിൽക്കാൻ കേട്ടോ. നമ്മൾ ഡോക്ടർ പോകുമ്പോഴത്തേന് അവിടെ എത്തണം എന്നില്ല നിലക്കല്ലേ പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എളുപ്പം പെട്ടെന്ന് പോകുന്നത്. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലായിടും കണ്ട് കുട്ടിക്കൊന്ന് കാണിച്ചു കൊടുത്തു. ഇക്കാൻ്റെ കടമ കഴിച്ചതാണ് കേട്ടോ ഇക്ക. ഞങ്ങൾ കുറേ ആയി പറയണം പോകണം, നമുക്ക് എക്സ്പോ പോകണം എന്നറിയണം. അപ്പോൾ ഇക്ക കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. എന്തായാലും മാഷാ അല്ലാ എല്ലാം കാണാനായിട്ടോ. കുറേ മീനുകളൊക്കെ ഉണ്ടല്ലോ, പലവിധ മീനുകൾ. അപ്പോൾ പുറത്തുനിന്ന് വേറെ 2 കുട്ടികളൊക്കെ വരും, പാട്ട് പാടുന്നവരൊക്കെ വരും എന്ന് പറഞ്ഞാൽ പെണ്ണ് വിളിച്ചിരുത്തിയതാണ് കേട്ടോ. അപ്പോൾ കുറേ കുട്ടികളൊക്കെ പോയി ചാടിക്കളിച്ചുന്നുണ്ട് കേട്ടോ അവിടെ. നിച്ചുവിനോടായിരുന്നു പോയിക്കോ പറഞ്ഞാൽ പോകണമെന്നില്ല, അല്ലെങ്കിൽ വല്ല പാട്ടൊക്കെ വെച്ച പരിയിൽ നിന്ന് ചാടിക്കളിച്ചു ഒന്നും പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ കണ്ട് നാളെ വരാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. കണ്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇപ്പം ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞ് പോരുന്നു.